கொஞ்சம் டேஸ்டிலே இருக்கும். இது பீஸ் இருக்கும். இது ஃபீட் பண்ணிட்டு ഓക്കെ, ഇതാണ് നമ്മൾ തേൻ പ്രോസസ്സ് ചെയ്യുന്ന പ്ലാനാണ്. തേനിനകത്തുള്ള വേസ്റ്റസ്, തേനിനകത്തുള്ള മോയ്സ്ചർ, ജലാംശം, ഇതിലൊക്കെ നമ്മൾ പരമാവധി പുറത്തു. അതായത് തേനിനകത്തുള്ള വാക്സ്, മെഴുക് പോലെയുള്ള വേസ്റ്റസ് ഉണ്ട് തേനിനകത്ത്. അതായത് ഈ കാണുന്ന തേൻ, ഇതാണ് നമ്മൾ കളക്ട് ചെയ്യുന്ന ഹണി. അതായത് റോ ഹണി എന്ന് പറയും. തേനീച്ചക്കൂട്ടിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന ഹണിയാണ്. തേനീച്ചക്കൂട്ടിൽ ഈ വക ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ തേനിൽ മിക്സ് ആയിരിക്കും. ഇങ്ങനെ നോക്കി നമുക്ക് കാണാൻ കഴിയും. അതിനെ ബോയിൽ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും. അതുപോലെ ഈ തേനിലൊക്കെ ജലാംശം വളരെ കൂടുതലാണ്. ഏകദേശം ഒരു 25% മേലെയാണ്. നമുക്ക് 20ൻ്റെ താഴെ അത് പാടും, അല്ലെങ്കിൽ തേൻ പെട്ടെന്ന് കേടാം. ഈ രണ്ട് കാര്യങ്ങളും നമ്മളൊന്ന് സോൾവ് ചെയ്യും. അത് നമുക്ക് ഇത്രയും ഡിസീസ് ആവശ്യമാണ്. അതുപോലെ തന്നെ 6 മണിക്കൂർ സമയം ആവശ്യമാണ്. 6 മണിക്കൂറാണ് നമ്മുടെ പ്രോസസ് ആയിരുന്നത്. അത് നമ്മൾ ഈ ചെയ്തൊരു മെത്തേഡ് ഉണ്ട്. നമ്മൾ തേനിൽ ഈ ഒരു ചേമ്പറിലേക്ക് വയ്ക്കും. ആദ്യമായി ഇതൊരു ഡബിൾ ബോയിലിംഗ് സിസ്റ്റമാണ്. 2 ലെയറുകളായിരിക്കും. ഒന്നിൽ വെള്ളം, ഒന്നിൽ തേനുമാണ്. തേന് നമുക്ക് ഡയറക്റ്റ് ചൂടാക്കാൻ പറ്റില്ല. അതിനെ ഡബിൾ ബോയിലിംഗ് ചെയ്യണം. ഈ കാണുന്ന പ്രോസസ് കംപ്ലീറ്റ് വെള്ളം, അതൊക്കെ തേന്. വെള്ളം ചൂടാകുമ്പോൾ തേൻ ചൂടാകുമ്പോൾ തേനിനകത്തുള്ള വേസ്റ്റസ് എല്ലാം ഇതുപോലെ മേലേക്ക് പോകുന്നത് ഒരു 10 ഫോം ചെയ്യും. തേന് ഏറ്റവും താഴേക്കും തേൻ്റെ ഡിസ്പോസിറ്റ് കൂടുതലാണ്. ഈ മേലെ വരുന്ന വേസ്റ്റസ് നമ്മൾ കുറേ മാനുവലി റിമൂവ് ചെയ്യും. കാരണം നമ്മൾ ചെയ്യുന്ന ക്വാണ്ടിറ്റി 300 കിലോ ആണ്. അപ്പം ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ബാക്കി വരുന്ന മൈക്രോ വേസ്റ്റസിനെ ഇവിടെ വെച്ച് ഫിൽറ്റർ. ഇത് മൈക്രോ ഫിൽറ്ററാണ്. ഈ ഒരു ഫിൽറ്ററേഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ചേമ്പറിലേക്ക് പോകും. അവിടെ ചെയ്യുന്ന തേൻ്റെ ജലാംശം കൂടുതലാണെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു വാക്യൂം ചേമ്പർ യൂസ് ചെയ്യും. അതായത് വാക്യൂം ചേമ്പർ എന്ന് പറയുന്നത് നല്ലതാണ്. ഇങ്ങനത്തെ ഒരു 15 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് കിട്ടും. ഒരു 300 കിലോ നമുക്ക് പ്രോസസ്. എല്ലാം കഴിഞ്ഞാൽ ലാസ്റ്റ് കിട്ടുന്ന ഫോമാണ്. ഇതിൽ വേസ്റ്റസ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ജലാംശത്തിൻ്റെ അളവ് 20% താഴെ. ഈ തേന് നമുക്ക് എക്സ്പയറിങ് ഉണ്ടാവില്ല. എത്ര കാലം 1000 വെള്ളം വെച്ചാൽ കേടാണ്. കൊണ്ട് വെച്ചു. പക്ഷേ ഓഹൻ നമ്മുടെ കഴിക്കുന്നില്ല. ഒരുപാട് വേസ്റ്റസ് നമ്മൾ വയറ്റിലേക്ക് കിട്ടുക, ഒരുപാട് വൈറസ് നമ്മൾ കഴിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കാണാനുണ്ടാവും. അതൊക്കെ Narkaban ucum. ഇത് കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷന്റെ ഭാഗമായിട്ടുള്ള ഹണി മ്യൂസിയം ടൂറിസം പ്രോജക്റ്റാണ്. നമുക്ക് ഇത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണ് വരിക. പോസ്റ്റംലാൻഡ് നമുക്ക് ഗാന്ധി ബോർഡ് അണ്ടറിലായി. നമ്മൾ ഇത് തേനീച്ചകളുടെ ഒരു ലൈഫ് സൈക്കിളാണ്. ഇത് മെയിലാണ്, ആൺതേനീച്ചകളാണ്. ഇത് ഫീമെയിലാണ്, പെൺതേനീച്ചകൾ. ആ കാണുന്ന ക്യൂൻബി റാണിയാണ്. അതായത് ഈ മെയിൽ എന്ന് പറയുന്നത് എപ്പോഴും ലേസി പീസാണ്, മടിയിൽ നീച്ചകൾ എന്നാണ് പറയുന്നത്. തേനീച്ചകൂട്ടിൽ ജോലികളൊന്നും ചെയ്യില്ല. തേനീച്ചക്കൂട്ടിൽ എല്ലാ ജോലിയും ചെയ്യുക ഫീമെയിൽ പെൺതേനീച്ചകളായിരിക്കും. തേനീച്ചക്കൂട്ടിൽ ജനറേഷൻ ബിൽഡ് ചെയ്യുന്ന ആൾ ക്യൂൻബി റാണി തേനീച്ചയാണ്. ഒരു തേനീച്ചക്കൂട്ടിൽ ഏകദേശം 100,000-ഓളം തേനീച്ചകളൊക്കെ ഉണ്ടാവും. പക്ഷെ റാണിയാണ്ട് അവിടെ എപ്പോഴും ഒരാൾ മാത്രമായിരിക്കും. 2 റാണി തേനീച്ച ഒരു കൂട്ടിലേക്ക് ഒരു കാരണവശാലും വരില്ല. അങ്ങനെ വന്നാൽ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് ആ ഹൈവ് 2ആയിട്ട് സ്പ്ലിറ്റ് ആവും. റാണി ജനിക്കുന്നതൊക്കെ ഇവരെ പോലെയാണ്. സാധാരണ പെൺതേനീച്ച ജനിക്കും. ജനിച്ചതിന് ശേഷം റോയൽ ജെല്ലി എന്ന് പറയുന്ന ഒരു രാജകീയമായ ഭക്ഷണം അവർക്ക് കൊടുക്കും. അത് കഴിച്ചൊരു 15 ദിവസം കൊണ്ട് ഒരു സാധാരണ പെൺതേനീച്ച റാണിയായിട്ട് മാറ്റപ്പെടുകയും ചെയ്യും. അതായത് തേനീച്ചക്കൂട്ടിലെ പെൺതേനീച്ചകളുടെ ബ്രെയിനകത്തുനിന്ന് വരുന്ന ഒരുതരം പാല്, പീസ് മിൽക്ക് എന്നാണ് പറയുന്നത്. അതാണ് റോയൽ ജെല്ലി. തേനീച്ചക്കൂട്ടിലെ എല്ലാ ഫീമെയിൽ പീസിന്റെ തൊണ്ടകളിലും ഇതുണ്ടാവും. 20 ദിവസം പ്രായം നോക്കി അവർ ഭാര്യയോടെ കാണിക്കുന്നത് കൊടുക്കും. റാണിയാക്കി മാറ്റപ്പെട്ട അവരുടെ ആയുസ് 5 വർഷമായിരിക്കും കിട്ടും. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ മാക്സിമം ഒരു 4 റാണിക്ക് മാത്രം. റാണി ഒറ്റ എങ്ങനെ അത് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ ലാർവകൾ ഒരുപാടുണ്ടാവും. അതിലൊരു ലാർവനെ സെലക്ട് ചെയ്തിട്ടാണ് റാണിക്ക് മാറ്റി ജനിച്ചു വരുന്നത് സാധാരണ പെൺതേനീച്ചയുടെ. തേനീച്ചകളുടെ തലയുടെ സ്ട്രക്ചർ മൊത്തത്തിൽ 5 കണ്ണുകളായിരിക്കും. 2 കോമ്പൗണ്ടൈസ് ആണ്. പിന്നെ നെറ്റിയുടെ ഭാഗത്ത് 3 കാര്യങ്ങൾ. അതായത് ഇവരെ കൂട്ടിലേക്ക് നമ്മൾ കല്ലൊക്കെ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വരുന്ന കല്ലിനെ അവർ കൃത്യമായി സെൻസ് ചെയ്യും.
കല്ല് വരുന്ന സ്ഥലവും വരുന്ന ആളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുകയും പെട്ടെന്ന് അവർക്ക് അറ്റാക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഈ 5 കണ്ണുകളായിട്ട് ആയിരക്കണക്കിന് ലെൻസുകളും 360 ഡിഗ്രിയിലുള്ള സെൻസിങ് കപ്പാസിറ്റി. ആണ് ബീവാക്സ് തേനീച്ചേൻ്റെ മെഴുക്. നമ്മൾ ഈ ചുണ്ട് പൊട്ടുന്നതിനും കാല് കൊണ്ടതിനും റൈസിനും ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മെഴുകാണ് തേനീച്ചയുടെ മെഴുക്. നമുക്ക് പിന്നെ ഇത് റോവാക്സ് ആണ്. ഇതിനെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്കിതിനെ ഉപയോഗിക്കാം. ഇത് വൈറ്റ് ഹണിയാണ്, ഇന്ത്യയിൽ കിട്ടുന്നതിൽ ഏറ്റവും റെയർ ആയിട്ടുള്ള ഹണിയാണ്. അതായത് നമുക്ക് ഹിമാചലിൽ മാത്രമേ കിട്ടുള്ളൂ. ഹിമാചലിലെ കടുക് തോട്ടങ്ങളിൽ എടുക്കണം. തേനിന് കടുകിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇത് തേനിൻ്റെ പഴക്കം ലാസ്റ്റ് കാണുന്ന ഹണി ഏകദേശം ഒരു 10 കൊല്ലം പഴക്കമുണ്ടാവും. തേൻ പഴകം തോന്നിങ്ങനെ ഡാർക്കാവും, പക്ഷെ അതിൻ്റെ മെഡിസിൻ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു തേൻ ഇവിടുന്ന് പോകും. ഇത് വൈറ്റ് ഹണി വേറെ, അത് ചെറുതനാണ്. തേനുകളിൽ ഏറ്റവും കൂടുതലും മെഡിസിൻ വാല്യൂ തന്നെ ചെറുതാണ്. മരുന്നുകൾക്ക് മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അതായത് കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ, നല്ല പ്രായമുള്ള ആളുകൾ, കിടപ്പ് രോഗികൾ, ക്യാൻസർ പേഷ്യൻസ്, അതൊക്കെ ചെറുതം കഴിക്കാം. ആസ്മ അലർജിയുടെ മരുന്നായിട്ട് ചെറുതം ഉപയോഗിക്കും. കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഇതിൻ്റെ മെഡിസിൻ വാല്യൂ വളരെ കൂടുതലായതുകൊണ്ടും ഇതിൻ്റെ തേനിൽ ഏറ്റവും കോസ്റ്റ് കൂടുതൽ ചെറുതാണ്. നമ്മൾ കണ്ണിലൊഴിക്കാനൊക്കെ ചെറുതാണ് ഉപയോഗിക്കുക. ചെറുതം മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കുട്ടികളുടെ നാവിൻ്റെ പ്രശ്നങ്ങൾക്ക് നമ്മൾ നാവിൽ തിരിച്ചു കൊടുക്കാൻ ചെറുതാണ്. വിസർജിച്ച കുട്ടികൾക്ക് തൊട്ട് കൊടുക്കുക ചെറുതാനുണ്ട്. ഇങ്ങനെ മരുന്ന് സംബന്ധമായ ആവശ്യങ്ങൾക്ക് ചെറുതാണ് ഉപയോഗിക്കും. വളരെ ചെറിയ തേനീച്ചകളായിരിക്കും. തുമ്പിൻ്റെ വരുത്തുണ്ടാവും. അവർ തേനെടുക്കുന്നത് തന്നെ ഈ തുമ്പ, തുളസി പോലെയുള്ള ചെടികളുടെ പൂക്കളും ഉണ്ടാകും. അതുകൊണ്ട് മെഡിസിൻ വാല്യൂ വളരെ എല്ലാ തേനീച്ചകളും പൂവിൻ്റെ പുറത്തുള്ള തേൻ മാത്രമേ ഉള്ളൂ. പക്ഷേ തേനീച്ചകൾ പൂവിൻ്റെ അകത്ത തേനീച്ചകൾ ആക്കാൻ കഴിയും. ഒരു വർഷം ഒരു കൂട്ടുന്ന 21 ഗ്രാമിൽ താഴെ നമുക്ക്. ഇത് തേനീച്ചകൾ ഡാൻസിങ് ചെയ്തു. തേനീച്ചകളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡാൻസിങ്. അവർ അവരുടെ ഇമോഷൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ ഡാൻസ് ചെയ്യുന്നതാണ്. അവരുടെ ഹാപ്പിനെസ്സും സാഡ്നെസ്സും ഒക്കെ അവർ ഷെയർ ചെയ്യുന്ന ഡാൻസ് ചെയ്യുന്നതായിരിക്കും. തേനീച്ചക്കൂട്ടിൽ 11 ഡാൻസുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ 11 ഡാൻസുകളും 11 കാര്യങ്ങളെയാണ് സൂചിപ്പിച്ചത്. അവർ യൂസ് ചെയ്യുന്ന സ്മോക്കർ, പുകയിലുള്ള സ്മോക്കർ യൂസ് ചെയ്തിട്ടാണ്. അതിലേക്ക് ചകിരൊക്കെ നിറച്ചിട്ട് അവർ അതിനെ പ്രസ് ചെയ്യും. ഇത് എക്സ്ട്രാക്റ്റ് ആണ്. ഹണിക്കോമ്പ് നമ്മളിതിലേക്ക് ഇറക്കി വെച്ച് ഇതിനെ റൊട്ടേറ്റ് ചെയ്യും. ആ സമയത്ത് തേൻ തുള്ളികളായിട്ട് വെച്ച് പോലും ഹണിക്കോമ്പ് നമുക്ക് റിപ്ലേസ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് തേനീച്ചക്കൂട്ടത്തിൽ കിട്ടുന്ന പ്രോഡക്റ്റുകളാണ്. അതിലൊന്നും തേൻ തന്നെയാണ്, ഇതൊന്നും തേൻ അടയാണ്, ഹണിക്കോമ്പ്. നമുക്ക് അതേപോലെ കഴിക്കാൻ പറ്റുള്ളൂ. ബിഗ് പോളിൽ ഇത് പൂമ്പൊടിയാണ്. ഇതും തേനീച്ചകൾ പൂക്കളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. ഇത് പൂമ്പൊടി എന്ന് പറയുന്നത് ഏറ്റവും ഹൈ പ്രോട്ടീനാണ് നമ്മളെ സംബന്ധിച്ച്. ഇത് റോയൽ ജെല്ലിയാണ്, റാണിയുടെ ഭക്ഷണം. അതായത് ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ ലോകത്ത് കഴിക്കുന്ന ഒരു പ്രീമിയം ഫുഡാണ്. സ്ഥിരമായിട്ട് റോയൽ ജെല്ലി കഴിക്കുന്ന ആളുടെ ബോഡിയിൽ ഗവർ നിലനിൽക്കുന്നതാണ്. ആൻറ്റി ഏജിനും ആൻറ്റി ഓക്സിഡൻ്റൊക്കെ. ഒരാൾക്ക് ഒരു മാസം 20 ഗ്രാമാണ് റോയൽ ജെല്ലി കഴിക്കാൻ പറ്റുക. ഈ 20 ഗ്രാം ഹണി ടേസ്റ്റ് ആണ്. അല്ല, അതിന് ടേസ്റ്റ് വേറെ, ചെറിയ പുളിയൊക്കെ ആയിരിക്കും. നമുക്കിതിങ്ങനെ ഡയറക്റ്റ് എടുക്കാനും പറ്റില്ല. 20 ഗ്രാം നമ്മൾ 300 ഗ്രാം തേനിട്ട് ബ്ലെൻഡ് ചെയ്യും. അതിൽ നിന്ന് സ്പൂണെ വെക്കാൻ പറ്റും. ഇത് പിന്നെ കുട്ടികൾക്കൊന്നും പറ്റില്ല, അതുപോലെ ആസ്മക്കാർക്കും പറ്റില്ല. ഇത് നമ്മളുടെ മെയിനായിട്ട് സ്കിൻ പർപ്പസ് ആണ്. ബ്യൂട്ടി, ഇമ്മ്യൂണിറ്റി, എനർജിയൊക്കെ ബൂസ്റ്റ് ചെയ്ത് സപ്ലിമെൻ്റ് പോലെയൊക്കെ യൂസ് ചെയ്യും. ഇത് നമ്മളുടെ ജീവിതശൈലി രോഗങ്ങളെ ഇല്ലാതെ ചെയ്യും. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ. ഓൾറെഡി സ്ഥിരമായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആളുടെ ബോഡിയിൽ ഇത് 3 വരില്ലാന്ന് ഉണ്ടാവും. ആളുകൾക്ക് ഇല്ലായ്മ ചെയ്യും. അതിനനുസരിച്ച് 20 ഗ്രാം യൂസ് ചെയ്യാൻ. ഇതിൻ്റെ ക്യാപ്സൂളും പൗഡറും ഇഷ്ടംപോലെ കിട്ടും. പിന്നെ ആമസോണിലൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് നമുക്ക് ഡെയിലി ക്യാപ്സൂൾ പറയാൻ പറ്റില്ല. ഇവിടെ നമുക്കുള്ള ഓപ്ഷൻ നമ്മൾ കൂട്ടിലെടുക്കണം. നമുക്ക് ക്യാപ്സൂളും പൗഡറും ആകും. നമ്മൾ ഇതുപോലെ ആർട്ടിഫിഷ്യൽ റാണി സെല്ല് ഉണ്ടാക്കി കൂടിനകത്ത് വെച്ച് വെക്കും. വെക്കുന്ന സമയത്ത് റാണിയുടെ സെല്ലുകൾ കാണുമ്പോൾ വെണ്ടനീച്ചകൾ അവരുടെ പന്തകൾ റോണ്ടി അതിലേക്ക് പ്രശ്നം. ഇങ്ങനെ ആയിരക്കണക്കിന് കൂടുകളിലൊക്കെ വെക്കുമ്പോഴേ 1 കിലോ നമുക്ക് കിട്ടും. റാണിയിലേക്ക് പോകുന്ന ഈ റോയൽ ചെല്ല റാണി റോൾജിൽ കഴിക്കുന്നതാണ് 5 വർഷം ആയുസ് കിട്ടുന്നത്. ഓരോ ദിവസവും ആയിരക്കണക്കിന് മുട്ടകൾ വരുന്നത്. ഇതിലൂടെ വരെ പറക്കാനുള്ള കഴിവ് റാണിക്ക് കിട്ടുന്നുണ്ട്. റോൾജിൽ എന്ന ഫുഡിന് മാത്രം പറ്റും. നമ്മളിതുപോലെ എക്സ്ട്രാക്ട് ചെയ്യും. ഇതിൻ്റെ മിൽക്ക് പോലെ തന്നെ ഭയങ്കര ഹൈലി എക്സ്പെൻസീവ് ആണ്. പക്ഷേ നമ്മൾ 1 മാസം കൺസ്യൂം കഴിഞ്ഞാൽ കൃത്യമായ ദൂരത്തിൽ നമുക്ക് ആളുകൾ
ഇതാണ് സിഗർ ഹണി. നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നതിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയാണ്. നമ്മൾ കാശ്മീരിലെ ആപ്പിൾ തോട്ടങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഹണിയാണ് സിഗർ. ഏറ്റവും ക്വാളിറ്റിയും ഏറ്റവും ടേസ്റ്റും ഉള്ള ഹണി. നമുക്ക് ഡയബറ്റിക് ഒക്കെ ഉള്ള ആളുകൾ, പ്രഗ്നൻസി, അവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഹണിയാണ് സിഗർ. കുട്ടികൾക്കും പ്രായമുള്ള എല്ലാവർക്കും ഉണ്ട്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്, കാട്ടുതേൻ. നമ്മൾ ഈ മലന്തൻ, പെരുന്തൻ എന്നൊക്കെ പറയുന്ന വലിയ തേനീച്ചയുടെ തേൻ. ഈ തേനാണ് നമ്മൾ വെയിറ്റ് ലോസ് പർപ്പസിന് യൂസ് ചെയ്യുന്നത്. ഇത് വയനാടാണ്, ഇവിടുത്തെ സാധാ കാട്ടുതേൻ. അതായത് വയനാടൻ കാടുകളും സറാന ഇൻഡിക്ക എന്ന് പറയുന്ന തേനീച്ചകൾ കളക്ട് ചെയ്യുന്ന പഠിക്കുന്ന കുട്ടികൾക്കാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. പഠിക്കുന്ന കുട്ടികൾ മെമ്മറിക്ക് ഏറ്റവും നല്ലതാണ്. ഇത് അജ്വൈനാണ്, അയമോദകം. അയമോദകത്തിൻ്റെ തോട്ടങ്ങൾ നിൽക്കുന്നതാണ്. രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവരും. അയമോദകത്തിൻ്റെ പൂക്കളുടെ തേൻ മാത്രമേ ഇതിലുണ്ടാവും. അതുകൊണ്ട് അയമോദകത്തിന് എല്ലാ ഗുണങ്ങളും ഉണ്ടാവും. വയറിനെത്തുന്നുണ്ട്, ഗ്യാസ്ട്രിക്, അസിഡിറ്റി, നെഞ്ചരിച്ചിനൊക്കെ. അത് നമ്മൾ അകത്ത് കണ്ട കടുക് മസ്റ്റാണ്. കടുകിൻ്റെ പൂക്കളുടെ തന്നെ. ഇത് വെരിക്കോസ് വെയിന്, വാദം, ജോയിൻറ്റ് പെയിൻസിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. മറ്റ് രാജ്യങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എക്സ്പോർട്ട് ചെയ്ത് പോകുന്നത് ഇതാണ് തുളസി ഹണി. തുളസിയുടെ പൂക്കളെ തന്നെ മാത്രമേ ഉണ്ടാവും. തുളസിയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. ജാർഖണ്ഡിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ചുമ, കഫകെട്ട്, ലിച്ചിയാണ്. ലിച്ചിയുടെ തോട്ടങ്ങൾ ബീഹാറിൽ നിൽക്കും. ലിച്ചി ബ്യൂട്ടി പർപ്പസാണ്, മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിക്കാം. സ്കിന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കഴിക്കാൻ അപ്ലൈ ചെയ്യാനോ മുഖത്ത്? മുഖത്ത് അപ്ലൈ ചെയ്യാം. സ്കിൻ ബ്രൈറ്റ്നെസ്സിനൊക്കെ യൂസ് ചെയ്യണം. ഉറുമ്പല്ലേ? അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴിക്കും. ഇതാണ് നമ്മൾ അകത്ത് കണ്ട മെഴുക്. നമുക്ക് ഇതേപോലെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, പിന്നെ മോയ്സ്ചറൈസർ, ചുണ്ട് പൊട്ടുന്നത്, കാലുകളിൽ സൺസ്ക്രീനായിട്ട് ഉപയോഗിക്കും. പിന്നെ ബ്ലാക്ക് സ്പോട്ട് റിമൂവ് ചെയ്യാനൊക്കെ ഇറച്ചിയുടെ മെഴുക് വളരെ സ്പൂണുകൾ ആ ബോക്സിൽ കിട്ടുള്ളൂ. തേനെന്തായാലും ഇവിടെ മധ്യാഹ്നം